അങ്ങനൊരു പേടിയേ എനിക്കില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാവരും പറയുമായിരുന്നു കൈ വിറയ്ക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ സിനിമയോടുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതിൻ്റെ ഒരു അവസ്ഥയിൽ സ്റ്റാർട്ടും കട്ടും ഒരു പടത്തിന് പോലും അസിസ്റ്റൻ്റ് ചെയ്യാത്ത ഞാൻ എങ്ങനെ സ്റ്റാർട്ടും കട്ടും പറയുമെന്നൊക്കെ എല്ലാവർക്കും വലിയ ടെൻഷനുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴും ഒരു എന്താ പറയുക, എൻ്റെ സെറ്റ് ഒരു പിക്നിക്ക് കണക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതിനകത്തൊരു ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ഒരു വലിയ വ്യത്യാസം, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇന്ന് അങ്ങനെയാണ്, 20 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അല്ലെന്ന് ആലോചിക്കണം. ഞാനൊക്കെ സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഒരു ഗുരുകുല വിദ്യാഭ്യാസ ലൈനാണ്. ഡയറക്ടർ വലിയൊരാളാണ്, ബാക്കിയുള്ളവരെല്ലാം താരം വലിയൊരാളാണ്, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കെല്ലാം വേറെ ശാപ്പാട്. ഞാനന്ന് ആദ്യമായിട്ട് എൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് ഒരേ ശാപ്പാടായിരിക്കും, 2 കയറ് കൊണ്ടുവന്ന പ്രശ്നമാണ്. അത് ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇവിടെ ഈ ജോലി ചെയ്യുമ്പോൾ ഈ സിനിമ കണക്കൊരു കലയെങ്കിലും ചെയ്യുമ്പോൾ ഒരുപോലെ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഇല്ലായിരുന്നു. ഓരോ സിനിമയും സത്യത്തിൽ ഗുരുവായിരുന്നു. എൻ്റെ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്, മോഹൻലാലിനെ മാത്രം. മോഹൻലാൽ ഞാനായിട്ട് പടം ചെയ്യാനായിട്ട് എല്ലാം ഉറപ്പിച്ച് വന്നതാണ്. എന്തോ കാരണത്താൽ അങ്ങനെ പോയി. ഞങ്ങൾ സംസാരിച്ചു, എല്ലാം ഓക്കെ ആയിട്ട് വന്നതാണ്. ആ സമയത്ത് എന്തോ ഈ ഫിലിം ചേംബറും അമ്മയായിട്ട് എന്തോ ഉടക്കുണ്ടായി. അപ്പം ഞാൻ ചേംബറിൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെയാണ് ഈ പൃഥ്വിരാജിനെ ഇറക്കിയിട്ട് സത്യം എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയം. അങ്ങനെ ആ പ്രോജക്റ്റ് പോയി. മമ്മൂട്ടിയായിരുന്നു പിന്നെ 2 പടത്തിൽ അഭിനയിച്ച്, ദാദാ സാഹിബും രാക്ഷസരാജ. ദാദാ സാഹിബ് എന്ന് പറയുന്നത് മമ്മൂട്ടി നാഷണൽ അവാർഡിന് ലാസ്റ്റ് റൗണ്ട് വരെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി പുള്ളിയും അമിതാഭ് ബച്ചനും ആരായിരുന്നു തോന്നുന്നത്. ഒരു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇവിടുത്തെ എല്ലാ മുസൽമാനെയും സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന സമൂഹത്തിനെതിരെ ശബ്ദിച്ച ഒരു പടമായിരുന്നു ദാദാ സാഹിബ് 10 വർഷങ്ങൾക്ക്. അതിനുശേഷം ഇപ്പോൾ ഒത്തിരി സംഭവം ഉണ്ടാകുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യയെ സ്വന്തം ഉമ്മാനെ പോലെ സ്നേഹിക്കുന്ന മുസൽമാനെ പോലും സംശയത്തിൻ്റെ കണ്ണോടുകൂടി നോക്കിയാൽ ഇന്ത്യ കലുഷിതമാകും. എല്ലാ മുസൽമാനും കുഴപ്പക്കാരാണ് എന്നുള്ളൊരു ചിന്ത വേണ്ട. നല്ല മുസൽമാനെ, ഇന്ത്യയെ സ്നേഹിക്കുന്ന മുസൽമാനെ മാറോട് ചേർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം എന്ന് പറഞ്ഞൊരു പടമായിരുന്നു ദാദാ സാഹിബ്. അതോടൊപ്പം തന്നെ വർഗീയ ചിന്താഗതി ഏറ്റവും കൂടുതൽ ഉള്ള, ഇപ്പോൾ താലിബാനിസം ഇന്ത്യയിൽ വേണമെന്ന് പറയുന്നതോട് നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് 2 വേഷത്തിലായിരുന്നു മമ്മൂട്ടി ചെയ്തത്. അത് നല്ല വിജയമായിരുന്നു. അതിനുശേഷം മമ്മൂട്ടി എനിക്ക് തോന്നുന്നു ഇമ്മീഡിയറ്റ് 3 മാസത്തിനകം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പടം ചെയ്യാൻ പറ്റുമോ. അന്ന് ഞാൻ കരിമാടിക്കുട്ടൻ്റെ ഡബിങ് സമയത്താണ് എന്നെ മമ്മൂട്ടി വിളിച്ചിട്ട് പറയുന്നത് ഇമ്മീഡിയറ്റ് ഒരു പടം ഇനി ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു അത് ഷാജി കൈലാസ് ഏതൊരു പടം ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു, അതെന്തോ ഇതിലെ മാറി. ഞാൻ പറഞ്ഞു കഥയില്ല, തനിക്ക് കഥ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. അങ്ങനെ ഞാൻ നിപ്പിലുണ്ടാക്കിയൊരു കഥ, അന്ന് ആലുവ കൊലക്കേസ് നടന്നതിൻ്റെ സംഭവം കാണുന്ന സമയമാണ്, ആൻ്റണി എന്ന് പറയുന്ന. അപ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് വെച്ചിട്ട് ഞങ്ങളൊരു കഥ ഉണ്ടാക്കി. നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു മമ്മൂട്ടി ചെയ്ത്, കൈക്കൂലി മേടിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. അപ്പോൾ പക്ഷേ ആ കാശ് നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്യണം, അയാൾ നെഗറ്റീവ് അല്ല. അയാൾ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അയാളെ തള്ളിപ്പറഞ്ഞു, അയാളുടെ വൈഫ് പോലും അയാൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയായി. അയാളപ്പം ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ തനിനിറം എന്താണ്, ഇവർ കാണിക്കുന്നത് എന്താണ്. അതുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്തു. തന്നെ ഞാൻ പെൺവാണിഭ കേസിൽ തൻ്റെ അതിനകത്തുള്ള പങ്കെന്താണെന്ന് എനിക്കറിയാം, തൻ്റെ ഇവിടെ കിടക്കുന്ന ഇത്ര ഏക്കർ എസ്റ്റേറ്റ് എനിക്ക് എഴുതി തന്നാൽ ഞാൻ തന്നെ ഒഴിവാക്കാം, അല്ലെങ്കിൽ പുല്ലേ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് അകത്താക്കും എന്ന് പറയുന്ന ചങ്കൂറ്റമുള്ള ഒരു ഓഫീസർ എന്ന് പറയുന്നത് മനസ്സിലെ. അത് ആ കൈക്കൂലി മേടിക്കുന്ന പൈസ അനാഥ കുഞ്ഞുങ്ങൾക്ക് ഓർഫണേജ് കൊടുക്കുന്ന ഒരാൾ. അതിനകത്തൊരു പാട്ട് ഞാൻ എഴുതിയിരുന്നു, സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. ഞാൻ തന്നെ എഴുതിയ പാട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമാണ് ഈ രാക്ഷസ രാജാവ്. ആദ്യത്തെ ഈ ലൂപ്പ് ഡബ്ബിങ്, ആദ്യ ഇത്തരത്തിൻ്റെ പകുതി ലൂപ്പ് ഡബ്ബിങ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു, ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. നമ്മളിങ്ങനെ ലൂപ്പ് ഇന്നത്തെ കണക്കൊന്നും അല്ലല്ലോ. ഇന്നത്തെ കണക്ക് ഉള്ള എഡിറ്റിംഗ് സംവിധാനമല്ല, മൂവിയോളെയാണ് കംപ്ലീറ്റ് ഉള്ളത്. മനസ്സിലായോ? ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഡബ്ബിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലയായിരുന്നു. പക്ഷേ ഒരു സത്യം പറയട്ടെ, ഭയങ്കര ഇഷ്ടമായിരുന്നു ഡബ്ബിങ്ങിൻ്റെ അവസ്ഥ ഇരിക്കാനൊക്കെ. പക്ഷേ ബിസി ആയപ്പം ഡബ്ബിങ്ങിൽ നിന്ന് വിട്ടു, അസിസ്റ്റൻസിനെ ഡബ്ബിങ് ഏൽപ്പിച്ചു. മനസ്സിലായോ? അപ്പം ഡബ്ബിങ് അസിസ്റ്റൻസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഒരു വർഷം 3-4 പടം റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഡബ്ബിങ്ങിന് ഇരിക്കാൻ പറ്റാതെ തോന്നും. അപ്പോൾ ഡബ്ബിങ് പിന്നെ നമുക്ക് ഡബ്ബിങ്ങിന് ഇരിക്കുന്നത് ഒരു എന്താ പറയുക, നമുക്കൊരു വിരസത തോന്നി. അതുകൊണ്ട് അസിസ്റ്റൻസ് ആയിരുന്നു നമുക്ക് ഡബ്ബിങ്ങിന്. ഡബ്ബിങ് എനിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മുടെ അഭിനയിക്കുന്നവരെ കണക്ക് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാനാണ് ആദ്യം ഈ പറയുന്ന ഈ അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് അവാർഡ് കൊടുക്കണമെന്നും ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷൻ ഉണ്ടാക്കണമെന്നും അവർക്കൊരു മാന്യത കൊടുക്കണമെന്നും ഒക്കെ ബഹളം വെച്ച ഒരാളാണ് ഞാൻ. കാരണം ഈ പല ആർട്ടിസ്റ്റുകളും അഭിനയിച്ച് പോകുന്നത് 25% ആണെങ്കിൽ അത് 90% ആക്കുന്നത് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളാണ്. മനസ്സിലായി? ഈ ഭാഗ്യലക്ഷ്മിയൊക്കെ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് ഒരു വിലയുണ്ടാക്കി കൊടുത്തത്, ശക്തമായിട്ട് തീരുമാനങ്ങളെടുത്ത് ഇവർക്കൊരു വില, ഇവരെ അംഗീകരിക്കണം എന്ന് പറയുകയും അസോസിയേഷൻ ഉണ്ടാക്കുകയും അവരെ ഈ നമ്മുടെ മാക്ട ഫെഡറേഷനിലോട്ട് ചേർക്കുകയും ചെയ്ത, ഇവരെ വേണ്ടെന്നാണ് പറഞ്ഞിരുന്നത് ഇവിടുത്തെ സംവിധായകരൊക്കെ.
കാരണം ഇവരൊന്നും ഒരു കലാകാരന്മാരായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. ഇവരെ ശക്തമായിട്ട് ചേർക്കാനായിട്ട് നിലപാടെടുത്ത ഒരാളാണ് ഞാൻ.